ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടെലിഗ്രാമിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 3 പ്രോജക്റ്റുകളെ കുറിച്ചാണ്. അതിലൊരു പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിരുന്നു. ആംസ്റ്റർ കോമ്പാക്റ്റ് എന്നാണ് ആ ഒരു പ്രോജക്റ്റിൻ്റെ പേര്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുമ്പ് തന്നെ ചെയ്തതാണ്. അന്ന് നിങ്ങൾ ജോയിൻ ചെയ്തവരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഈ ഒരു ആംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പുതിയ അപ്ഡേഷനും അതിൻ്റെ ലിസ്റ്റിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക. ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരം ഇനിയുമുണ്ട്. ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും പോയിൻറ്റ്സ് നേടാവുന്നതാണ്. ബാക്കിയുള്ള 2 പ്രോജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ടാപ്പ് സ്വാപ്പും അതുപോലെ പിക്സൽ ടാപ്പും. ടാപ്പ് സ്വാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നെഗറ്റീവ് വന്ന ഒരു മൈനിങ് പ്രോജക്റ്റാണ്. ഈ വീഡിയോ ചെയ്യുന്ന ദിവസം അവരുടെ ഒരു അപ്ഡേഷൻ വന്നിരുന്നു. ടാപ്പ് സ്വാപ്പ് ടോൺ നെറ്റ്വർക്കിലാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വന്നിരുന്നു. ടോൺ നെറ്റ്വർക്കിലാവും ടാപ്പ് സ്വാപ്പിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ടാപ്പ് സ്വാപ്പിൻ്റെ ട്വിറ്റർ പേജാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഏകദേശം 5.4 മില്യൺ ഫോളോവേഴ്സാണുള്ളത്. ആംസ്റ്റർ കോമ്പാക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത്. ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ടാപ്പ് സ്വാപ്പിൻ്റെ മൈനിങ് പേജാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് +26 പോയിൻറ്റ്സ് വെച്ചിട്ടാണ് എനിക്ക് ലഭിക്കുന്നത്. അതായത് ഓരോ ടാപ്പിനും എനിക്ക് 26 പോയിൻറ്റ്സ് ആണ് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു 26 പോയിൻ്റ് വെച്ചിട്ട് ഓരോ ടാപ്പിന് ലഭിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഞാൻ 2 അപ്ഡേഷൻ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കണം. കാരണം ഇതിലുള്ള എല്ലാ അപ്ഡേഷനും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. ഇവിടെ എങ്ങനെയാണ് എനിക്ക് ഓരോ ടാപ്പിനും +26 വെച്ചിട്ട് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബൂസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ബൂസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മൾട്ടി ടാപ്പിൽ നമ്മളുടെ ടാപ്പിംഗ് നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മളുടെ ടാപ്പിംഗ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് തൊട്ട് മുകളിൽ ബൂസ്റ്റ് 2x എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ടാപ്പ് ചെയ്യുന്ന എത്ര പോയിൻ്റ് ആണോ ഉള്ളത് അതിൻ്റെ ഡബിൾ ആയിട്ടാവും നമുക്ക് വരെ ഓരോ ടാപ്പിനും ലഭിക്കുന്നത്. ഈ ബൂസ്റ്റ് 2x എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടോൺ വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യണം. നിങ്ങൾ ഏത് വാലറ്റാണോ നിങ്ങൾ ടോൺ നെറ്റ്വർക്കിലുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഇത് ആക്ടിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 0.5 ടോണാണ് നമുക്ക് ഇവിടെ ചിലവ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ വാലറ്റിൽ 0.6 ടോണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യുക. നമ്മളുടെ മെയിൻ പോയിൻറ്റ്സിൻ്റെ തൊട്ട് നേരെയായിട്ട് ഇവിടെ മൾട്ടിപ്പിളിൻ്റെ ഒരു ഓപ്ഷൻ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. *2 എന്നുള്ളത് കാണാം. അതായത് നിങ്ങളുടെ പോയിൻറ്റ്സിൻ്റെ ഡബിളായിട്ട് മാറുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 47 ആണ് ഇവിടെ കാണുന്നത്. 47 മില്യൺ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ 2x പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു 47ൻ്റെ ഡബിളായിട്ട് നമുക്കിവിടെ പോയിൻറ്റ്സ് കാണിക്കും. ഞാൻ ആ ഒരു ഓപ്ഷൻ ചെയ്തിട്ടില്ല. ഞാനിവിടെ 50 മില്യൺ ആയതിൻ്റെ ശേഷം ഞാനത് ചെയ്യും. എന്നാലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഡബിൾ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ കണക്റ്റ് വാലറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ടോൺ വാലറ്റ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾ കണക്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടോണാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. ഏകദേശം $8 നമുക്ക് ചിലവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം ഏകദേശം ഒരു 700-800 രൂപ ചിലവുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഏകദേശം 50 മില്യൺ പോയിൻറ്റ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ടാപ്പ് സ്വാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഈ ഒരു ബൂസ്റ്റിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് ആണ്. 14-ാം തീയതി ഇത് എൻഡ് ആകുമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 14-ാം തീയതിക്ക് മുന്നേ തന്നെ ചെയ്ത് വെക്കും. 2 രീതിയിലാണ് ബൂസ്റ്റിംഗ് ഉള്ളത്. ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്യുന്നതിൻ്റെ ബൂസ്റ്റിങ്ങുമുണ്ട്. അതുപോലെ ഓൾറെഡി നമ്മളുടെ പോയിൻറ്റ്സിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം 2ൻ്റെയും ചിലവ് വരുന്നത് ഒരു 1.5 ടോണാണ്. ഏകദേശം 1000 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
പിക്സൽ ടാപ്പിൻ്റെ മൈനിങ് പേജാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഈ ഒരു മൈനിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെലിഗ്രാമിലോട്ടാവും പോവുക. അപ്പോൾ നിങ്ങൾ ഇത് സ്റ്റാർട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേജാണ് നിങ്ങൾക്ക് ഇവിടെ വരിക. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ബാലൻസ് കാണിക്കുന്നുണ്ടാവും, അതുപോലെ ഡെയിലി ഇൻകം കാണിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഒരു ടാപ്പ് ചെയ്യാനുള്ള ഒരു റൗണ്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. പിന്നെ ഒരു ക്ലെയിം ഓപ്ഷനും നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പോയിൻറ്റ്സ് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ടെലിഗ്രാം ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫാമിങ് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇത് ക്ലെയിം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ക്ലെയിം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോയിൻസ് നമ്മളുടെ ബാലൻസിൽ ആഡ് ആവുന്നത് കാണാൻ പറ്റും. ഡെയിലി ഇൻകത്തിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കോയിൻസാവും നമുക്ക് ഡെയിലി ഫാമിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഡെയിലി ഇൻകം ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫ്ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഞാനിവിടെ 18 ലെവൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ലെവലിലേക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 16,20,000 കോയിൻസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടിക്ക് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് ആകും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടുന്ന ഈ ഒരു ഫാമിങ്ങിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ കോയിൻസ് ലഭിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് റിവാർഡ്സ് ആണ്. റിവാർഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിലാണ് ഇവിടെ നമുക്കിവിടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒന്ന് ഡെയിലി റിവാർഡും ഡെയിലി കോംബോയാണുള്ളത്. ഡെയിലി റിവാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരെ ജസ്റ്റ് ക്ലെയിം കൊടുക്കുക. ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പോയിൻറ്റ്സ് നമുക്ക് ഡെയിലി ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഡെയിലി കോംബോയാണ്. അത് നിങ്ങൾ പ്ലേ എന്നുള്ള ഒരു ഓപ്ഷൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള 4 ബോക്സുകൾ കാണാം. അതുപോലെ കുറേ സ്റ്റിക്കറും താഴ് ഭാഗത്തിലേക്ക് കാണാൻ പറ്റും. അതായത് കമ്പനി ഓരോ ദിവസവും ഓരോ 4 സ്റ്റിക്കർ കോംബോ ആയിട്ട് നമുക്കിവിടെ പോസ്റ്റ് ചെയ്യും. കമ്പനി തന്നിട്ടുള്ള ആ ഒരു സെയിം പിക്ചർ ബ്ലാങ്ക് ആയിട്ടുള്ള ഈ ഒരു ബോക്സിലോട്ട് നമ്മൾ സ്ലൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടൊന്ന് ആ ഒരു ബോക്സിലോട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡെയിലി കമ്പനി തരുന്ന ആ ഒരു പിക്ചർ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെയിലി ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ടെലിഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു ടാസ്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ വീഡിയോ ചെയ്യുന്ന ആ ഒരു ദിവസത്തെ ടാസ്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു 4 പിക്ചറാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ളത്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. അതിനുശേഷം നമ്മളുടെ ടാസ്ക് പേജിലോട്ട് വരിക. എന്നിട്ട് ഓരോ സ്റ്റിക്കറും നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ബോക്സിലോട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ടാസ്ക്. ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ചെയ്തു, രണ്ടാമത്തതും ചെയ്തു, അങ്ങനെ ഞാൻ മൂന്നാമത്തതും 4-മത്തതും എല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്തു. ഇനി നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് നമ്മളെ കയ്യിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓരോ സ്റ്റിക്കറിൻ്റെ മുകളിലും നമുക്കൊരു ഇൻഡ് കാണാൻ പറ്റും. അത് ടിക്ക് ചെയ്തിട്ട് നമുക്കത് ഒഴിവാക്കാം. ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ശരിയായിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ബ്ലാങ്ക് ആയിട്ടുള്ള ബോക്സിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഇത് കറക്റ്റാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ താഴ്ഭാഗത്തുള്ള ചെക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺഗ്രാറ്റുലേഷൻസ് ക്ലെയിം യുവർ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിവാർഡ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തുള്ള ക്ലെയിം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പം ഓക്കെ ആയി. അതായത് ആ ഡെയിലി കോംബോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ടൈമർ കാണാൻ പറ്റും. ഈ ഒരു ടൈമിംഗ് കഴിഞ്ഞതിന് ശേഷം അടുത്ത കോംബോ ഞങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഇവിടെ കുറേ ടാസ്കുകളുണ്ട്. ഈ ടാസ്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കോയിൻസ് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു മുകളിലൊരു വാലറ്റ് ഓപ്ഷൻ കാണാം. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ എക്സ്ചേഞ്ചുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക. ഞാനിവിടെ മെക്സക്ക് എക്സ്ചേഞ്ചാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. അതായത് ERC20 അഡ്രസ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ERC20 ടോക്കൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. നിങ്ങൾ മസ്റ്റായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലൊന്ന് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മളുടെ എല്ലാ വീഡിയോസിലും കാണുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം.